പൊതുഗതാഗത രംഗത്ത് പതിറ്റാണ്ടുകളായി നിറസാന്നിധ്യമായ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇപ്പോൾ അതിന്റെ സർവീസ് മേഖലകൾ വിട്ട് കലയുടെയും കായിക രംഗത്തിന്റെയും ലോകത്തേക്ക് ചുവടുവെച്ചിരിക്കുന്നു. ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം കോർപ്പറേഷന് അധിക വരുമാനം നേടിക്കൊടുക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു മനോഹരമായ സംരംഭമാണ് ഗാനവണ്ടി. പ്രൊഫഷണൽ നിലവാരമുള്ള ഒരു ഗാനമേള ട്രൂപ്പിന്റെ മാതൃകയിൽ രൂപീകരിച്ച ഈ സംഗീത സംഘം യാത്രക്കാരുടെ തിരക്കിൽ നിന്നും ബസ് സ്റ്റാൻഡുകളുടെ ബഹളത്തിൽ നിന്നും മാറി ഇപ്പോൾ പൊതുവേദികളിൽ സംഗീതത്തിന്റെ മാധുര്യം നിറയ്ക്കുകയാണ്. ഈ അടുത്ത നെയ്യാറ്റിൻകരയിലെ പൊഴിയൂരിന് സമീപം ഉച്ചക്കട നെല്ലിക്കോണം ദുർഗാ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഗാനവണ്ടിയുടെ പ്രഥമ അരങ്ങേറ്റം. ആദ്യ പരിപാടി തന്നെ സംഗീതാസ്വാദകരിൽ നിന്നും മികച്ച പ്രശംസ നേടിക്കൊണ്ട് വൻ വിജയമായി മാറി. ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം വിശ്രമിക്കുന്നതിന് പകരം ജോലിയുടെ വിരസത മാറ്റാനും സർഗാത്മകത നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ജീവനക്കാർ ഈ സംരംഭത്തെ കാണുന്നത്. എന്നാൽ ഇത് കേവലം ജീവനക്കാരുടെ കലാപ്രകടനങ്ങൾക്കായുള്ള ഒരു വേദിയായി മാത്രം ഒതുങ്ങുന്നില്ല. KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ ടിക്കറ്റ് ഇതര വരുമാന സ്രോതസ്സുകൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിർണായക നീക്കമാണിത്. മറ്റ് പ്രൊഫഷണൽ ട്രൂപ്പുകളെ പോലെ പരിപാടികൾ ബുക്ക് ചെയ്യുന്നതിലൂടെ കോർപ്പറേഷന് ഒരു അധിക വരുമാനം കൂടി ലക്ഷ്യമിടുന്നു. ഇതിനോടകം തന്നെ ഗാനവണ്ടിക്ക് 6 പരിപാടികൾക്കായി ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നത് സംരംഭത്തിന്റെ വാണിജ്യപരമായ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വ്യത്യസ്തമായ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്നുള്ള 18 പ്രതിഭകളാണ് കർശനമായ ഓഡിഷൻ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ സംഗീത സംഘത്തിന്റെ ഭാഗമായത്. വിവിധ ഡിപ്പോകളിലെ ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മെക്കാനിക്കുകൾ തുടങ്ങി കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ കുടുംബങ്ങളും ഈ ട്രൂപ്പിൽ അണിചേരുന്നു. KSRTCയുടെ ഹൃദയമിടിപ്പറിയുന്ന ഈ കലാകാരന്മാർ യാത്രാവിശേഷങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും താളങ്ങൾ അവരുടെ സംഗീതത്തിൽ അലിയിച്ച് ചേർക്കുന്നുണ്ടാകാം. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഗാനമേളയാണ് ഗാനവണ്ടിയുടെ മുഖമുദ്ര. സംസ്ഥാന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ദീർഘവീക്ഷണമാണ് ഗാനവണ്ടി എന്ന ആശയത്തെ പ്രൊഫഷണൽ നിലവാരമുള്ള ഒരു ഗാനമേള ട്രൂപ്പായി വളർത്തിയതിന് പിന്നിലെ പ്രധാന ശക്തി. കോർപ്പറേഷന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളുടെ പുതിയ അധ്യായമാണിത്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ KSRTCയിൽ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ വൻ വിജയമായിരുന്നു. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിച്ചതോടെ ജീവനക്കാർക്ക് ശമ്പളം കൃത്യസമയത്ത് നൽകാൻ കോർപ്പറേഷന് കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ്. കോർപ്പറേഷന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കലാകായിക രംഗങ്ങളെ ഒരു വാണിജ്യ സാധ്യതയായി കാണാനുള്ള ഈ പുതിയ സമീപനം ഏറെ പ്രശംസനീയമാണ്. ഗാനവണ്ടിക്ക് പുറമെ KSRTC അടുത്തിടെ കായിക രംഗത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. കോർപ്പറേഷന് സ്വന്തമായ ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിച്ചതാണ് മറ്റൊരു സുപ്രധാന നീക്കം. സംസ്ഥാന ദേശീയ ടീമുകളെ തിരഞ്ഞെടുക്കുന്നതിന് സമാനമായി തികച്ചും പ്രൊഫഷണൽ നിലവാരത്തിലാണ് ഈ ടീമിന്റെയും തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് മന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നത്. ദേശീയ തലത്തിൽ വരെ കളിക്കാൻ കഴിവുള്ള നിലവാരമുള്ള ടീമിനെ വാർത്തെടുക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. വരും നാളുകളിൽ ടീമിന്റെ മികച്ച പ്രകടനം കാണാമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ടായി. ഈ കായിക സംരംഭവും ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതും കോർപ്പറേഷന്റെ പുതിയ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനും സഹായമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. KSRTC ജീവനക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്തിനപ്പുറം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി നൽകുന്നതിലൂടെ കോർപ്പറേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന മികവിലും ജീവനക്കാരുടെ മനോവീര്യത്തിലും അത് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നതിനും സംശയമില്ല. ജോലിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു കലാപരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും അത് വിജയകരമായി അവതരിപ്പിക്കുന്നതും ജീവനക്കാർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സാമ്പത്തികമായി പ്രയാസത്തിലായിരിക്കുന്ന ഒരു സ്ഥാപനത്തെ പുതിയ ആശയങ്ങളുടെയും നൂതനമായ സമീപനങ്ങളിലൂടെയും ലാഭത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവനക്കാരുടെ മാനസികോല്ലാസത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന ഈ നടപടി ഇരട്ടി മധുരമാണ്. ഗാനവണ്ടിയുടെ ഈ വിജയകരമായ അരങ്ങേറ്റം KSRTC വെറുമൊരു യാത്രാ സംവിധാനം മാത്രമല്ലെന്നും കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ ഒരു സജീവ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണെന്നും തെളിയിക്കുന്നു. ഒരു വശത്ത് റോഡുകളിൽ തങ്ങളുടെ സർവീസുകൾ നിലനിർത്തിക്കൊണ്ട് മറുവശത്ത് കലയുടെയും കായിക രംഗത്തിന്റെയും വേദികളിൽ KSRTC എന്ന ബ്രാൻഡിനെ എത്തിക്കാൻ ഈ സംരംഭങ്ങളിലൂടെ സാധിക്കുന്നു. കൂടുതൽ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യപ്പെടുന്നതോടെ ഗാനവണ്ടി കോർപ്പറേഷന്റെ സാമ്പത്തിക വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നും ഒപ്പം കേരളത്തിലെ സംഗീതാസ്വാദകർക്ക് പുതിയൊരു ആസ്വാദനാനുഭവം നൽകുമെന്നും പ്രതീക്ഷിക്കാം. ഈ സംരംഭം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക കൂടിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാൽ ടിക്കറ്റിനെ വരുമാനത്തിലൂടെയും കലാപരമായ പ്രകടനത്തിലൂടെയും അവയെ വിജയകരമായി മുന്നോട്ട് നയിക്കാനും സാധിക്കുമെന്ന സന്ദേശമാണ് KSRTC നൽകുന്നത്.
വരും നാളുകളിൽ കൂടുതൽ ജീവനക്കാർ ഈ സംരംഭങ്ങളുടെ ഭാഗമാകാനും കോർപ്പറേഷന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകാനും സാധ്യതയുണ്ട്.